ഞാൻ ഡോക്ടർ ജെറോം. നമുക്ക് ഉറക്കം എന്തിനാണ്? ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്താണ് നടക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പകൽ മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. നമ്മുടെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെ തിരക്കോടെ പ്രവർത്തിക്കുന്നു. ഉറക്കം ആ കമ്പ്യൂട്ടറിൻ്റെ ഷട്ട് ഡൗൺ അല്ല, മറിച്ച് ഒരു റിപ്പയർ മോഡാണ്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ബ്രെയിൻ നിശബ്ദമാകുന്നില്ല, മറിച്ച് കൂടുതൽ ആക്റ്റീവ് ആകുന്നു. പക്ഷേ സമാധാനമായ രീതിയിലാണ് അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഓർമ്മയെ ചിട്ടയിൽ അടുക്കി വയ്ക്കുന്നു. പകൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഉറക്കത്തിനിടെ വേർതിരിച്ച് അടുക്കി വയ്ക്കുന്നു. പഠിച്ചതും കണ്ടതും കേട്ടതും ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റിവെക്കും. രണ്ട്, ബ്രെയിൻ ക്ലീനിങ് സിസ്റ്റം. അതായത് ഉറക്കത്തിനിടെ തലച്ചോറിലെ ലിംഫാറ്റിക് സിസ്റ്റം സജീവമാകുന്നു. ദിവസം മുഴുവൻ മസ്തിഷ്ക കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ച മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ആൾസൈമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ കാണുന്ന അമൈലോയിഡുകൾ, ഇവ ഉറക്കത്തിൽ ഇവയെ നീക്കം ചെയ്യുന്നു. ഒരു തരം ബ്രെയിൻ ഹൗസ് കീപ്പിംഗ്. മൂന്ന്, ഉറക്കം നമ്മുടെ വൈകാരിക സന്തുലിത പുനഃസ്ഥാപിക്കുന്നു. ടെൻഷൻ കുറയ്ക്കാനും വൈകാരിക സ്ഥിരതയ്ക്കും ഉറക്കം സഹായിക്കുന്നു. ഉറങ്ങാതെ ഇരുന്നാൽ നമ്മൾ അസ്വസ്ഥരാകും, സമാധാനം നഷ്ടപ്പെടും. നാല്, ഉറക്കത്തിനിടെ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യും. ഇതാണ് ശരീരത്തിലെ കോശങ്ങളുടെ അറ്റകുറ്റപ്പണി, രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്ക് സഹായിക്കുന്നത്. കുട്ടികൾക്ക് ശരിയായ വളർച്ചയ്ക്കും ഉറക്കം അത്യാവശ്യമാണ്. ഉറക്കം ജീവശാസ്ത്രപരമായ ഒരു ആവശ്യമാണ്. നല്ല ഉറക്കം കിട്ടാത്തപ്പോൾ ശ്രദ്ധയും ഓർമ്മയും കുറയും. വൈകാരിക മാറ്റങ്ങൾ, ദേഷ്യം ഇവയുണ്ടാകാം. രോഗപ്രതിരോധ ശേഷി കുറയും, അപകട സാധ്യതയും കൂടും. തീരുമാനമെടുക്കൽ ശേഷി അതും കുറയും. കാലക്രമേണ ആൻസൈറ്റി, ഡിപ്രഷൻ, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ വരെ ഉണ്ടാകാം. നല്ല ഉറക്കങ്ങൾ ലഭിക്കാൻ ചില ലഘുശീലങ്ങൾ പഠിക്കുക. ഒന്ന്, സ്ഥിരമായ കൃത്യമായ ഉറക്കശീലം പാലിക്കുക. കിടക്കുന്നതിന് മുൻപ് TV, ഫോൺ, കമ്പ്യൂട്ടർ ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. കാപ്പി, കോള ഇവ വൈകുന്നേരങ്ങളിൽ ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കുന്ന ശീലങ്ങൾ, വായന, സംഗീതം, പ്രാർത്ഥന ഇവ ഉൾപ്പെടുത്തുക. അവസാനമായി, ഉറക്കം വിശ്രമം മാത്രമല്ല, മസ്തിഷ്കത്തെ പുഷ്ടിപ്പെടുത്തി നമ്മളെ അടുത്ത ദിവസത്തിനായി മാനസികമായും ശാരീരികമായും തയ്യാറാക്കുന്നു. Thank you for listening. Please subscribe and share.